5 വർഷം മുൻപായിരുന്നു സിനിമ സീരിയൽ താരം യമുന വിവാഹിതയായത്. അമേരിക്കൻ സൈക്കോ തെറാപ്പിസ്റ്റായ ദേവനാണ് യമുനയുടെ ഭർത്താവ്. നടിയുടെ 2ാം വിവാഹമായിരുന്നു അത്. ആദ്യ വിവാഹത്തിൽ നടിക്ക് 2 പെൺമക്കളുണ്ട്. ആദ്യ വിവാഹബന്ധം വേർപ്പെടുത്തിയ താരം വർഷങ്ങൾക്ക് ശേഷമാണ് ദേവനെ വിവാഹം ചെയ്തത്. ഇപ്പോഴും തന്റെ വീട്ടുകാർക്ക് 2ാം വിവാഹം അംഗീകരിക്കാനായിട്ടില്ലെന്നാണ് യമുന തുറന്നു പറയുന്നത്. 2ാം വിവാഹമായിരുന്നല്ലോ എന്റേത്. ഇപ്പോൾ എന്റെ കുടുംബം ഞങ്ങളുടെ കൂടെയില്ല. 5 വർഷമായി. ഇപ്പോഴും അവർ പറയുന്നത് 2 പെൺമക്കളെ വെച്ചിട്ട് അവൾ എന്തിന് കല്യാണം കഴിച്ചു എന്നാണ്. കുട്ടികളും ചേട്ടനും മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിലുള്ളൂ. കുട്ടികളെയും കൊണ്ട് കുറേ ദിവസം ഒറ്റയ്ക്ക് ജീവിച്ചപ്പോൾ വിളിച്ചു പോലും അന്വേഷിക്കാൻ ആരുമില്ലായിരുന്നു. ഇപ്പോൾ ഒരാൾ വന്നപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനും ആരുമില്ല. മക്കളാണ് എൻ്റെ ശക്തി. മക്കൾ പഠിച്ച് ജോലി തിരക്കിലേക്ക് പോകുമ്പോൾ അമ്മയെ കൂടെ നിർത്തി നോക്കാൻ അവർക്ക് കഴിഞ്ഞു എന്ന് വരില്ല. അമ്മ ഒറ്റയ്ക്കായല്ലോ എന്ന വിഷമത്തിൽ അവർക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യാനും കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് അമ്മ ഒരിക്കലും ഒറ്റയ്ക്കാകരുതെന്നായിരുന്നു അവർ പറഞ്ഞത്. മൂത്ത മകൾക്ക് ശ്വാസമുട്ടലിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം കൊച്ചിയിൽ ഷൂട്ടിംഗ് നടക്കുകയാണ്. ദൂരേക്ക് ജോലിക്ക് പോകുമ്പോൾ ജോലിക്കാരി വന്ന് ഭക്ഷണം പാകം ചെയ്തു പോകും. പിന്നെ കുട്ടികൾ 2 ഒറ്റയ്ക്കാവും അവിടെ. ആ സമയത്ത് മോൾക്ക് ശ്വാസമുട്ടൽ വരികയും അധികമാവുകയും ചെയ്തു. ഞാൻ ടെൻഷനാകുമെന്ന് കരുതി അവർ പറഞ്ഞതുമില്ല. വീട്ടിലെ മരുന്നുകളും ആവി പിടിക്കുന്ന മെഷീനും ഉണ്ടായിരുന്നു. എന്നാൽ ശ്വാസമുട്ടൽ കടുത്തുപോയി. തീരെ നിവൃത്തിയില്ലാതെയായപ്പോൾ ഇളയ മകളാണ് വിളിച്ച് കാര്യം പറഞ്ഞത്. രാത്രി 10:30 മണിക്ക് ഞാൻ കൊച്ചിയിൽ നിന്ന് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് തിരുവനന്തപുരത്ത് 1 മണിക്ക് എത്തി. അപ്പോഴേക്ക് മോള് തളർന്നു വീണു. പിന്നീട് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. മോളെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. 10 ദിവസം ഞാനും മകളും ഹോസ്പിറ്റലിലായിരുന്നു. ഇളയ മകളെ ആരും നോക്കാനില്ലാത്തത് കൊണ്ട് അവളെയും ഹോസ്പിറ്റലിൽ തന്നെ നിർത്തി. അങ്ങനെ അവൾക്കും എനിക്കും പനി പിടിച്ചു. ആ സമയത്ത് സഹായത്തിന് ഒരു മനുഷ്യനുമില്ലായിരുന്നു. ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ നിന്ന് നേഴ്സുമാർ കഞ്ഞിയെല്ലാം വാങ്ങിക്കൊണ്ടുവരുമായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങളുടെ ജീവിതം വീണ്ടും ആരംഭിച്ചത്. ഇപ്പോൾ മൂത്തയാള് MBBSന് പഠിക്കുകയാണ്. തന്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധിയെക്കുറിച്ച് തുറന്നു പറയുകയാണ് യമുന നായർ.